അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മിനിറ്റ്, നമ്മൾ ഒരു 7 ദിവസത്തെ കറക്കം, അതായത് മൈസൂർ, കൊടൈക്കനാൽ ഒക്കെ കറങ്ങിയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ തിരുമലൈക്കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉണ്ട്. തിരുമലൈക്കോവിൽ സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ടയിലെ പാൻപോളയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. ഈ ക്ഷേത്രം ഒരു കുന്നിൻപുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തു നിന്നും ഈ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തിരുമലൈക്കോവിൽ എത്തിക്കഴിഞ്ഞു. തിരുമലൈക്കോവിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇവിടെ നടന്ന് കയറി പോകാനുണ്ട്, കുറേ മുകളിലേക്ക്. ഒന്നങ്ങോട്ട് കാണിച്ച്, ഒന്നങ്ങോട്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പാസ് എന്തൊക്കെ എടുക്കണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും അതൊക്കെ ഒന്ന് തിരക്കിയിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ. ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ 624 പടികളാണുള്ളത്. അതുകൂടാതെ മുകളിൽ വരെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. റോഡ് വഴി പോകാൻ പാസ് എടുക്കണം. ഈ കുന്നിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് മുകളിലേക്ക് പോകാനുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഉയർന്ന പ്രദേശമായതിനാൽ നല്ല കാറ്റാണ് ഇവിടെ. നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി. കുറച്ചുകൂടെ ഉണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. എന്നാലും ഏകദേശം ഒരു എന്താ പറയുക, മുകളിലെത്താറായിട്ടുണ്ട്. അപ്പം താഴേക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. തമിഴ്നാട് മൊത്തം കാണാം ഇവിടെ നിന്നാൽ തന്നെ. കുറേ വയലുകളും, പക്ഷെ ഭയങ്കര താഴ്ചയാണ് താഴേക്ക്. അപ്പം മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. കോവിൽ എന്ന് പറയുന്ന സംഭവം ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്നാണ് പറയുന്നത് ഇതിനകത്തേക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട് അത് ചോദിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്, മുണ്ടൊക്കെ പറന്ന് വന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ക്യാമറ കൊണ്ട് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറി കൃത്യമായിട്ട് അത് എടുക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിലോ എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും അതിനകത്തോട്ട് പോകാം. ഓക്കെ.
വളരെ മനോഹരമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീമുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. പിന്നെ നമുക്കാർക്കും അധികം അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ അല്ലു അർജുനും ഫഹദ് ഫാസിലൊക്കെ തകർത്തഭിനയിച്ച പുഷ്പ എന്ന സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷനാണ് ഈ തിരുമലൈക്കോവിൽ. ഇതുകൂടാതെ ഏകദേശം ഒരു 10ഓളം സിനിമയുടെ ലൊക്കേഷൻ കൂടെയാണ് ഈ കോവിൽ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് തിരുമലൈക്കോവിൽ, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് അതിനകത്ത് ക്യാമറ അവർ കയറ്റിയില്ല. അങ്ങനെ നമ്മൾ കുറേയൊക്കെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ നല്ല വെയിലാണ്. നല്ല വെയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുണ്ട്, അതുപോലെ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഈ വെയിലൊന്നും വലുതായിട്ട് അറിയത്തില്ല. പിന്നെ ഭയങ്കര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണിത്. ഒരു 650 പടികളോളം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഹിൽ ടോപ്പിലേക്ക് വണ്ടി പോകും. ഇവിടെ ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാസ് കിട്ടും. അപ്പോൾ നമ്മൾ അതെടുത്തിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് പോയത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഒരു ട്രാവൽ ഷൂട്ട് പരിപാടിയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ചോറാണ്, പുളിയൊക്കെ പിഴിഞ്ഞ് വെത്തിട്ടുള്ളൊരു ചോറ്. ഇവിടെ വിശപ്പൊന്നും മാറിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കൊരു ആശ്വാസം കിട്ടി. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങ് ഇറങ്ങി. ഇനി നമ്മൾ വേറൊരു സ്പേസിലേക്ക് പോവാണ്. അപ്പോൾ ഇനി പുതിയൊരു സ്ഥലത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ
അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെയോ ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ബൈ.